Hi, good morning. അപ്പോൾ നമുക്ക് ഇന്നൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. ഇതിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം, അതുപോലെ തന്നെ പെരുന്നാളിന് ഒരു ഡെസേർട്ടായിട്ട് വിളമ്പുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പെരുന്നാൾ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. പെരുന്നാൾ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം മുൻപ് അപ്ലോഡ് ചെയ്താലല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം. കുറച്ച് പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി പാലെടുത്തിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ പാല്, അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 1/4 കപ്പ് മതിയാവും, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ പാലായാലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര. നിങ്ങൾ പഞ്ചസാര മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും എടുക്കുക. പിന്നെ 1/4 കപ്പ് പാൽപ്പൊടി വേണം. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിലും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും എടുത്താൽ മതി. പിന്നെ വേണ്ടത് കസ്കസ് ആണ്. 2.5 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്, അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ കസ്കസ് ആണെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് 1.25 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഇത് ഓപ്ഷനിലാണ്. കുറച്ച് തിക്കായിട്ടുള്ള പാല് വേണമെന്നുണ്ടെങ്കിൽ, ആ ക്രീമി ആയിട്ടുള്ള പാല് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം, ഇല്ലെങ്കിൽ ലൂസായിട്ടുള്ള പാല് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കണ്ട. അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചേർത്ത് തുടങ്ങാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പാലിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഞാൻ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പാലിന് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ തിളപ്പിച്ച പാലിലേക്കാണ് നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കേണ്ടത്. തിളച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, തിളച്ച് കഴിഞ്ഞിട്ടാണ് പാലിലേക്ക് പാൽപ്പൊടി ചേർക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ എപ്പോഴും തിളപ്പിച്ച പാലെടുക്കുകയാണ് നല്ലത് എല്ലാ കാര്യങ്ങൾക്കും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാല് മതി നമുക്ക്. ഒരുപാട് ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് 1/2 ലിറ്റർ പാല് മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ആ പാലിലേക്ക് നമ്മുടെ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. നിങ്ങൾ ആ ഒരു സ്റ്റേജ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് മാത്രം ചെയ്യുക. കോൺഫ്ലോർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്ത പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലോർ മിക്സ് ചെയ്ത പാൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വേഗം തന്നെ കുറുകിപ്പോവും. ചൂട് പാലാണ്, അതുകൊണ്ട് ഈ കോൺഫ്ലോർ മിക്സ് ചെയ്യുന്നത് തണുത്ത പാലിലാണ്, പക്ഷേ നമ്മൾ ഒഴിക്കുന്നത് ചൂട് പാലിലേക്കാണ്. അപ്പോൾ വേഗം കുറുകിപ്പോവും. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറാണ് താല്പര്യമെങ്കിൽ, ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ വാനില എസൻസ് പറഞ്ഞില്ല. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു 4 ഏലക്ക 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ട് അത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. ചൂട് സമയത്ത്, നമ്മുടെ നോമ്പ് തുറ സമയത്ത്, അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സമയത്ത് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പാല് കുറുകുന്നുണ്ടോ എന്ന് നോക്കുക. കുറുകി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് മാറാൻ വയ്ക്കുക. ചൂട് മാറി കഴിഞ്ഞിട്ട് ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് കിട്ടും. ചൂട് മാറിക്കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ നമ്മളൊരു ബൗളിൽ ഐസ് എടുത്തിട്ട് ആ ഐസിലേക്ക് പാലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാല് തണുത്ത് കിട്ടും. തണുത്ത പാലിലേക്ക് വേണം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കാൻ വയ്ക്കാൻ പോവാണ്. ചൂട് മാറിയിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ പാല് തിളപ്പിച്ചത് ചൂട് മാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻപഴമാണ്. ഞാലിപ്പൂവൻപഴം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് 2 ടൈപ്പ് ഗ്രേപ്സ്, നമ്മുടെ ബ്ലാക്കും ഗ്രീനും ഗ്രേപ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് സീഡ്സ് റിമൂവ് ചെയ്യുക. സീഡ്സ് ഉണ്ടെങ്കിൽ, സീഡ്ലെസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതും ക്വാണ്ടിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്രൂട്ട്സ്, ഇഷ്ടമുള്ള
ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അതെടുക്കുക. പിന്നെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ എടുക്കുമ്പോൾ നമ്മളൊരു ടിപ്പ് ചെയ്യുക. ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ പഞ്ചസാര മിക്സ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ആപ്പിളിൻ്റെ കളർ മാറില്ല. പഴത്തിലാണെങ്കിൽ പഞ്ചസാര മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ കുറച്ച് ടിപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോവില്ല. പിന്നെ നമുക്കിതിലേക്ക് കിവി ചേർക്കാം. കിവി പുളിയുള്ള കിവി ആണെങ്കിൽ ചേർക്കരുത്. പാലിലേക്ക് പുളിയുള്ള കിവി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കിവി ഒഴിവാക്കുകയാണ് നല്ലത്. പുളിയാണെങ്കിൽ, പുളി ഇല്ലെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാല് ചൂട് മാറിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മധുരം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ മധുരവും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാനിപ്പോൾ ആദ്യം ആപ്പിളാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴത്തിൽ പഞ്ചസാര ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാമെന്ന് പറഞ്ഞത്. പിന്നെ പൈനാപ്പിൾ ചേർക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. കോൺഫ്ലോർ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പാല് വല്ലാതെ തിക്കാവും, അതുകൊണ്ടാണ് കോൺഫ്ലോർ കുറച്ച് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് കൂടുതലായി കഴിഞ്ഞു. അടുത്തത് സ്ട്രോബെറി. ഇപ്പോൾ തന്നെ കളർഫുള്ളായില്ലേ? ബ്ലാക്കും ഗ്രീനും യെല്ലോയും റെഡും എല്ലാം കളർഫുള്ളായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. കസ്കസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചേർക്കാം കേട്ടോ. കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, ശരീരത്തിന് തണുപ്പും കിട്ടും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചേർക്കാത്ത 1-2 ഇൻഗ്രീഡിയൻസും കൂടിയുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ്, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒഴിവാക്കിയിട്ട് വാനില എസൻസ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ആദ്യം മധുരം ചെക്ക് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മധുരം ചെക്ക് ചെയ്തു. മധുരം കറക്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല മധുരം വേണം. അതനുസരിച്ച് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്നുകൂടി മധുരം ചെക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് നേരെ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രീസറിലേക്കാണ് വയ്ക്കാൻ പോകുന്നത്. ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സെർവ് ചെയ്യും. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.